ബിഗ് ബോസ് സീസൺ 6 ഫാമിലി വീക്ക് തേർഡ് ഡേ. ഇന്ന് 2 ഫാമിലികളാണ് വന്നത്. ഇന്ന് വന്ന ആദ്യത്തെ ഫാമിലി എന്ന് പറയുന്നത് ആ ഒരു നന്ദനയുടെയാണ്. നന്ദനയുടെ ഫാമിലി ആണ് ആദ്യം വന്നത്. നന്ദനയുടെ അമ്മയും ചേച്ചിയുമാണ് വന്നത്. നന്ദന ഭയങ്കര ചില്ലായിട്ടുള്ളൊരു പേഴ്സണാണ്. ആക്ച്വലി നല്ല ചിൽ കണ്ടസ്റ്റൻ്റാണ്. നമ്മൾ ആദ്യം കുറച്ച് തള്ളാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഈ വട്ടത്തെ ക്യാപ്റ്റൻസി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ആഴ്ച ക്യാപ്റ്റൻസി ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. എന്നാലും ആവശ്യത്തിന് എല്ലാവരെയും കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ ആയിട്ട് നന്ദനയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നന്ദന നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫൈനൽ 7ലേക്കോ 8ലേക്കോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അതിന് ശേഷം തോന്നുന്നത് ജിൻഡോയുടെ അച്ഛനും അമ്മയുമാണ്. ആക്ച്വലി അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അവർ കൺഫെഷൻ റൂം വഴിയാണ് വന്നത്. ഈ ഫാമിലി വീക്കിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻറ്റുകൾ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഗെയിമുകളൊന്നുമില്ല. എനിക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ട് തോന്നുന്നത് ആ ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞ് കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഭയങ്കര ബോറിംഗാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ബോറിംഗാണ്. എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നല്ല ബോറിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. കഴിഞ്ഞ സീസണിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള സീസണിലോ എല്ലാം ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ നീണ്ടു നിന്ന അവസരങ്ങളാണ്. പക്ഷേ ഇത് 5 മിനിറ്റിൽ പരിപാടി തീർക്കുന്നു. അതേപോലെ തന്നെ ഈ സീസണിലെ ഫാമിലി എല്ലാം ഒരു 3 or 4 hours സ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ട് രാവിലെ വന്നിട്ട് വൈകിട്ട് പോകുന്ന രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ ഇന്ന് KP നമ്പൂതിരീസ് ആ ഒരു സ്പോൺസർഷിപ്പ് ടാസ്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാര്യമില്ല. പിന്നെ ആസ് യൂഷ്വൽ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ചെറിയ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി വരാനുള്ളത് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല, നോറയുടെ വീട്ടിൽ നിന്ന് റസ്മിൻ്റെ, സായിയുടെ, അഭിഷേകിൻ്റെത്, സിജോയുടേത്, ഇത്രയും പേരല്ലേ ഇനി വരാനുള്ളത്. ഇനി വേറെ അപ്സര, വേറെ ആരാണ്? ഇത്രയും പേരുടെ ഇനി വരാനുള്ളൂ. കാരണം ഇതിപ്പം എത്ര പേർ വന്നു? 3 ദിവസം 6 പേർ വന്നല്ലേ. ഇനി 7 പേരുടെ കൂടെ വരാനുണ്ട്. എന്തായാലും ഇനി എന്താണ് ഈ വീക്ക് ഇനി ഉണ്ടോ? നാളെ ജയിൽ നോമിനേഷനൊക്കെ ഉണ്ടോ? നാളെ ജയിൽ നോമിനേഷൻ ഉണ്ടോ? ആക്ച്വലി നാളെ ജയിൽ നോമിനേഷൻ കാണുമായിരിക്കും ചിലപ്പം, മേ ബി, പറയാൻ പറ്റില്ല. എന്ത് ചെയ്തിട്ടാണ് ഈ വീക്ക് ആര് പെർഫോം ചെയ്യാതിരുന്നിട്ടാണ്? ജയിൽ നോമിനേഷൻ ഒന്നും ആവശ്യമില്ല, ഫാമിലി വീക്കാണ്. മേ ബി അവരെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഈ സീസൺ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. 70 ദിവസമായിട്ടുണ്ട്. ഇനി എന്ത്? ടിക്കറ്റ് ഫിനാലെ കാണിക്കാനാണോ? ടിക്കറ്റ് ഫിനാലെ കാണിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇനി ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ സീസൺ TRP ഉണ്ടെന്നേ ഉള്ളൂ. നല്ല കണ്ടന്റില്ല, ക്വാളിറ്റി ഇല്ലയെന്ന് പൊതുവെ സംസാരമുണ്ട്. അതങ്ങനെ തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ നടന്നു പോകുന്ന ഒരു സീസണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ സീസൺ.